ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പം ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. അപ്പോൾ നമ്മൾ നാഴിയരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നാഴിയരിക്ക് ഒരു തേങ്ങ എന്ന കണക്കിലാണ് നമ്മൾ അരിയും തേങ്ങയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയൊക്കെ ഞാൻ തിരുമ്മി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അരിയും തേങ്ങയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു. ഒരു കപ്പ് അളവിൽ ചോറും കൂടെ ചേർത്ത് കൊടുത്തേ. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം മാവ് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത്രയും മതിയാവും. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ഇത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ലേശം ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഇനി ഉപ്പും പഞ്ചസാരയും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശക്കല്ല് അടപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിയെടുത്ത മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. മാവ് ഒഴിച്ചതിന് ശേഷം ഇതേ മാവ് വെച്ചിട്ട് നമുക്ക് പാലപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഞാൻ അടച്ച് വെച്ചിട്ടല്ല വേവിക്കുന്നത്, ഇതേപോലെ തിരിച്ചിടും കേട്ടോ. നിങ്ങൾക്ക് അടച്ച് വെച്ച് വേവിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒഴിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവേ. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ ഒരു പരുവം നിങ്ങൾക്ക് കാണണ്ടേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.